ഇടവപ്പാതി തകർത്തു പെയ്തു തുടങ്ങിയാൽ നാട്ടിലെ ചെക്കന്മാരൊക്കെ തോട്ടിൻകരയിൽ ഹാജരായിട്ടുണ്ടാവും. പകലന്തിയോളം പെയ്യുന്ന മഴ നനഞ്ഞ് ചൂണ്ടക്കണയുമായി അവരങ്ങനെ നേരം കൊല്ലും. ഇതിനിടയിൽ ചൂണ്ടക്കുളത്തിൽ പിടിവീണ് കൊട്ടയിലേക്ക് വീഴുന്ന വരാലുകളുടെ എണ്ണവും കൂടും. അതിൽ കുറച്ചൊക്കെ വിറ്റ് പോക്കറ്റ് മണിയാക്കും. ബാക്കിയുള്ളത് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമാണ് കൊടുക്കാറ്. അന്നൊക്കെ പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും നല്ല നാടൻ വരാല് കറി വെച്ചു കൊടുക്കും. ആരോഗ്യത്തിന് അത്രമേൽ ഗുണമുള്ളതാണ് വരാലുകറി എന്ന് സാരം. ഇതിൻ്റെ തൊലി പോലും ഉണക്കി വറുത്ത് കുട്ടികൾക്ക് മരുന്നായി കൊടുത്തിരുന്നു. അല്ല എങ്കിൽ മീനിൽ നിന്നും ഊരിയെടുത്ത തൊലിക്കുള്ളിൽ അരിപ്പൊടി നിറച്ച് ആ അരിപ്പൊടി കലക്കി അപ്പം ചുട്ടുകൊടുക്കും. ഭക്ഷണം തന്നെ ഔഷധം. ഇന്നിപ്പോൾ തോട്ടുവരാല് കിട്ടാനില്ലാത്തതുകൊണ്ട് നല്ല കടലുവരാലാണ് കറിക്കായി എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ച വരാലിലേക്ക് ഇച്ചിരി കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 അല്ലി കുടംപുളിയും ഇച്ചിരി കറിവേപ്പിലയും 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ചുറ്റിച്ചെടുത്ത് അടുപ്പത്തോട്ടങ്ങ് വെച്ചു കൊടുക്കാം. കറി അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഒന്നും വഴട്ടാതെയും മൂപ്പിക്കാതെയും വെക്കുന്ന ഈ വരാല് കറിക്ക് പ്രത്യേക രുചിയാണ്. ഇനി വരാല് കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.